ഇന്നത്തെ ദിവസം കാര്യമായിട്ട് ഒന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ക്ഷീണമായി. ഇതൊരു പക്ഷേ ചിന്തിക്കുന്നവരായിരിക്കാം നിങ്ങൾ പലരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത്? പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ക്ഷീണം ഉണ്ടാവേണ്ട ആവശ്യമില്ലല്ലോ. പലപ്പോഴും ചെയ്യാതിരിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ നന്നായിട്ട് ചിന്തിക്കുന്നുണ്ടാവും. ഏതെങ്കിലുമൊക്കെ കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഓവർ തിങ്ക് ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അതുകൊണ്ടായിരിക്കും പലപ്പോഴും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ വരുന്നത്. ഓവർ തിങ്കിങ്ങിന്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മളൊന്നും ജയിക്കില്ല എന്നുള്ളതാണ്. ഒന്നും ചെയ്യാതെ ഒരിടത്ത് ചടഞ്ഞുകൂടി ഇരുന്നു, എന്നിട്ടും നമ്മൾക്ക് വൈകുന്നേരം ആയപ്പോൾ എനർജിയേ ഇല്ല. ഇതിന് കാരണം എന്താണ്? റൂട്ട് കോസ് എന്താണ്? ഓഫ് കോഴ്സ് ഓവർ തിങ്കിങ് എന്ന് പറയുന്ന ഒരു ഹൈ ഇന്റൻസിറ്റി ബ്രെയിൻ പ്രോസസ്സാണ്. നിങ്ങൾ വിചാരിക്കും നിങ്ങളൊന്നും ചെയ്യുന്നില്ല എന്ന്, പക്ഷെ നിങ്ങളുടെ ബ്രെയിൻ ഏറ്റവും ശക്തമായി പണിയെടുക്കുന്ന ഒരു സമയമാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ന്യൂട്രിയൻസിൽ 40% നമ്മുടെ ബ്രെയിനാണ് എടുക്കുന്നത്. നമ്മൾ കുടിക്കുന്ന വെള്ളത്തിന്റെ 25% നമ്മുടെ ബ്രെയിനാണ് കൺസ്യൂം ചെയ്യുന്നത്. ബ്രെയിൻ ഇത്രയും ചെറുതാണെങ്കിലും നമ്മുടെ ശരീരത്തിന്റെ 2% ഉള്ളൂ ബ്രെയിൻ, വെയിറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന ഇതാണ്. സോ ഓവർ തിങ്ക് ചെയ്യുന്ന സമയത്ത് സംഭവിക്കുന്നത് ഇത് കംപ്ലീറ്റ്ലി ഈ എൻറ്റയർ റിസോഴ്സിനെ ഡ്രെയിൻ ഔട്ട് ചെയ്യണം. 1. 2, നിങ്ങൾക്ക് എനർജി പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യണം. ബോഡി മൂവ് ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങളുടെ സെല്ലുകൾ ആക്റ്റീവ് ആകത്തുള്ളൂ. നിങ്ങളുടെ സെല്ലുകൾക്കകത്തുള്ള പവർ ഹൗസുകൾ, മൈറ്റോകോൺട്രിയകൾ ആക്റ്റീവ് ആകത്തുള്ളൂ. ഇത് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ അനക്കവും ഇല്ല. അങ്ങനെ വന്നാൽ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള എൻറ്റയർ എനർജി മുഴുവൻ ബ്രെയിൻ ഡ്രെയിൻ ചെയ്യുന്നു. മറുവശത്ത് നിങ്ങളുടെ ബോഡി മൂവ് ചെയ്യാത്തതുകൊണ്ട് പുതിയ എനർജി പ്രൊഡക്ഷൻ ഉണ്ടാവുന്നില്ല. ഇതാണ് സാധാരണ സംഭവിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് പറയുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരായിരിക്കും ഏറ്റവും ക്ഷീണിതരായിട്ട്. എന്താണ് മാർഗം? മൂവ് യുവർ ബോഡി. നിങ്ങളുടെ ശരീരത്തെ മൂവ് ചെയ്യുക, നടക്കുക, മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. ഓവർ തിങ്കിങ് ചെയ്യുമ്പോഴും വേണമെങ്കിൽ മൂവ് ചെയ്തോന്നേ. ചില ആൾക്കാർ പറയും എനിക്ക് എത്രയൊക്കെ ശ്രമിച്ചിട്ട് ഓവർ തിങ്കിങ് നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല. മൂവ് ചെയ്തുകൊണ്ട് ഓവർ തിങ്ക് ചെയ്തു നോക്കുക. കുറച്ച് കഴിയുമ്പോൾ നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിന്റെ ഇന്റൻസിറ്റി കുറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി ഓവർ തിങ്കിങ്ങിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കണം, ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് ഒന്ന് കണ്ടു നോക്കിയാൽ ഓവർ തിങ്കിങ്ങിന്റെ സൊല്യൂഷൻ നിങ്ങൾക്ക് കിട്ടും.